എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായും സന്തോഷമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞ് സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേയുടെ ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഇത് ഷെയർ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ബർത്ത്ഡേ എന്ന് പറയാനായിട്ട് നമ്മളിപ്പോൾ കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ. അപ്പം നമ്മൾ അത്ര വലിയ കാര്യമായിട്ട് കൊണ്ട് നടക്കണ്ട എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക്. നമ്മൾ താങ്ക്ഫുൾ ആയിരിക്കണം ദൈവത്തോട്, നമുക്ക് പുതിയൊരു ഇയറും കൂടെ തന്നതിന്. നമുക്കൊരു സന്തോഷം മനസ്സിൽ അങ്ങനെ വേണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ എന്നെ ആരെങ്കിലും വിഷ് ചെയ്താൽ, എനിക്ക് ആരെങ്കിലും സർപ്രൈസ് തന്നാൽ സത്യം പറഞ്ഞാൽ ഞാനത് ഒത്തിരി എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിലുമാണ്. അപ്പോൾ ഞാനിവിടെ വന്ന ടൈമിലൊക്കെ ഓർത്തിട്ടുണ്ട്, ഈ പ്രാവശ്യം നമ്മുടെ എല്ലാ സെലിബ്രേഷൻസും നമ്മൾ മാത്രം, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ മന്ത്രി ഉണ്ട്, അവളും ഞാനും മാത്രമായിട്ട് അതിൽ ഒതുങ്ങി പോകുന്നതായിരിക്കും എന്നൊക്കെയായിരുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ ഷെറിൻ ചേച്ചി ഫാമിലിയുമായിട്ട് ഞാൻ കുറേ ക്ലോസ് ആയി. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചില്ല അവരുമായിട്ട് ഇത്ര ക്ലോസ് ആകുമെന്നൊന്നും. പക്ഷേങ്കിൽ പെട്ടെന്നായിരുന്നു അവരുമായിട്ട് ഞാൻ ഒത്തിരി അടുത്തു. അവരെല്ലാ കാര്യത്തിലും എന്നെ ഹെൽപ്പ് ചെയ്യുന്നു, ഞാനും അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട് എനിക്ക് പറ്റുന്ന പോലെ. അതുപോലെ തന്നെ എൻ്റെ ശിവദാസം വന്നപ്പോഴാണെങ്കിലും അവരുമായിട്ട് ഒത്തിരി കംഫർട്ടബിൾ ആയി, നല്ല കൂട്ടായി, ഒരു ഫാമിലി പോലെ. ഇപ്പൊ എനിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ അവരോട് പറയുന്ന ആ ഒരു രീതിയാണ്. ഇപ്പോൾ എപ്പം വേണമെങ്കിലും അവിടെ പോകാം. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുമായിട്ടാണെങ്കിലും നല്ല കൂട്ട്. നമുക്ക് ഇവിടെ വരുമ്പോൾ നമുക്ക് ഒരുപാട് പേരെ കിട്ടും. ഇവിടെ വരുമ്പോൾ നമുക്ക് നല്ല കോണ്ടാക്ട്സ് വേണം. നമുക്ക് ഒരാവശ്യം വന്നാൽ ചിലപ്പോൾ നമ്മുടെ ഫാമിലി ഇവിടെ ഇല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ പരിചയക്കാരായിരിക്കും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. എനിക്കും അതുപോലെ ഒരുപാട് പേരെ കിട്ടി. പക്ഷെങ്കിൽ എല്ലാവരും അവരുടെ ലൈഫിൽ ഒത്തിരി ബിസിയാണ്. ഞാൻ ആരെയും കുറ്റം പറയല്ല. പക്ഷെങ്കിൽ എല്ലാവർക്കും 24 hours എനിക്ക് വേണ്ടി അവൈലബിൾ ആകാൻ പറ്റില്ല. അപ്പോൾ ഇവർക്കാണെങ്കിൽ അവരുടേതായ തിരക്കുകളുണ്ട്. പക്ഷേങ്കിൽ എൻ്റെ ഈ ബർത്ത്ഡേക്ക് അവരെ ഉള്ള സമയം വെച്ചിട്ട് അവരെനിക്ക് വേണ്ടി ചെറിയൊരു സർപ്രൈസ് ഒക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. എനിക്കത് ഒത്തിരി 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 സന്തോഷമായിട്ടുണ്ട്. ഞാൻ അന്ന് ഡ്യൂട്ടി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഡ്യൂട്ടി കഴിയുമ്പോൾ ചേച്ചി എന്നെ വിളിച്ചുകൊണ്ടേ ഇരിക്കും. ഒരു ഡ്യൂട്ടി കഴിയാറായ ടൈമിൽ നീ അത് കഴിഞ്ഞിട്ട് ഇങ്ങ് വാ. പിന്നെ ആലീസ്, ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ച് അവളും ഉണ്ടായിരുന്നു. അവൾക്കും ഇന്ന് ഓഫാണ്, നമുക്ക് വൈകിട്ട് ഇവിടുന്ന് ഫുഡൊക്കെ കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ ഇവർ വിളിച്ചപ്പോഴേ എനിക്ക് തോന്നി ഓക്കെ, എനിക്ക് എന്തോ സർപ്രൈസ് തരാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതിനെ വിളിക്കുന്നതെന്ന് എനിക്കറിയായിരുന്നു. അപ്പം ഞാൻ അന്ന് അവിടെ പോയി കുറേ നേരം സംസാരിച്ചു. നല്ല ഫുഡൊക്കെ ഞങ്ങൾ കഴിച്ചു. അവളെന്തോ ബിരിയാണി എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു, കുറേ നേരം സംസാരിച്ചു. എന്നിട്ട് ചേച്ചി പറഞ്ഞു, അന്നൊരു കാര്യം ചെയ്യും, ഇന്ന് നിങ്ങൾ പോകണ്ട, അവിടെ ഒരു റൂം ഫ്രീ ഉണ്ട്, അപ്പോൾ നിങ്ങൾ ഇന്ന് ഇവിടെ കിടക്ക്, നാളെ രാവിലെ ഇനി കൊണ്ടുവിടാം, എത്ര ലേറ്റ് ആയില്ലേ എന്ന് പറഞ്ഞു. 11:30 ആയതേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഉറക്കം വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത് എനിക്കെന്തോ സർപ്രൈസ് തരാനുള്ള പ്ലാനിങ്ങാ. ഓക്കെ, ഞങ്ങൾ പറഞ്ഞു ഓക്കെ ചേച്ചി എന്നാൽ കിടക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കിടക്കാൻ പോയി. അപ്പോൾ ഇവർ ആ ഒരു ദിവസം ഞങ്ങൾ അത്രയും നേരം ഇരുന്നിട്ടും ഇതിനെക്കുറിച്ച് മാത്രം ഒന്നും സംസാരിക്കുന്നില്ല. അപ്പം നമ്മൾ കുഞ്ഞല്ലല്ലോ, നമുക്കറിയാമല്ലോ എന്തോ പ്ലാനിങ് ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ മിണ്ടാതെ ഇതിനെക്കുറിച്ച് ഇരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് 11:30 ആയപ്പോൾ പോയി കിടക്കാമെന്നും പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞ് 11:30 ആയി റൂമിൽ പോയി. അപ്പോൾ ഞാനും ആലീസും കൂടെ കുറേ നേരം സംസാരിച്ചിരുന്നിട്ട് 12 o'clock ആയി. അപ്പം ഞാൻ 12 ആയപ്പോൾ ഓട്ടോമാറ്റിക് നമ്മളൊരു പ്രെയറൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ഞാനൊന്ന് പ്രാർത്ഥിക്കാമെന്ന് കരുതിയിരുന്നു. അപ്പോൾ ഞാൻ 12 ആയിട്ട് ഇവള് പോലും എന്നെ വിഷ് ചെയ്യുന്നില്ല. ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു, ഇടി 12 o'clock ആയി, എന്നെ ഒന്ന് വിഷ് ചെയ്യുമോ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ വിഷ് ചെയ്യിച്ചു. അപ്പോഴാണ് പറഞ്ഞു, യോ എടി ഞാൻ മറന്നുപോയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അടുത്ത് മറന്നുപോയോ, അതെന്താ അങ്ങനെ? സർപ്രൈസ് ഒക്കെ ആണെങ്കിൽ 12 ആകുമ്പോൾ നമ്മളെ വിഷ് ചെയ്യും, കഥകി വന്ന് നോക്കി ചെയ്യും, അങ്ങനെയൊക്കെയല്ലേ. 12 ആയപ്പോഴത്തേക്കിന് കറക്റ്റ് ചേച്ചിയുടെ ഒക്കെ റൂമിൻ്റെ ഡോറും ക്ലോസ് ചെയ്തു. അവർ കിച്ചണിൽ കുറച്ച് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ആ ഒരു റൂം ക്ലോസ് ചെയ്യുന്ന സൗണ്ട് കേട്ടു. അപ്പം ഞാൻ ഓർത്തു, എന്തൊരു സാധനങ്ങളാണ്, ഞാൻ ഇവിടെ ഉണ്ട്, എന്നെ ഇവിടെ വിളിച്ചു വരുത്തി, അറ്റ്ലീസ്റ്റ് ചെറിയൊരു കേക്ക് വാങ്ങിച്ച് മുറിച്ചൂടെ. ഇവർ ഓൾറെഡി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെയൊക്കെ ബർത്ത്ഡേസ് ഒന്നും അത്ര സെലിബ്രേറ്റ് ചെയ്യുന്ന കൂടുതലല്ലെന്ന്. അപ്പം ഞാൻ ഓർത്തു ഓക്കെ വിട്ടേക്ക്, സാരമില്ല. അപ്പം ഞാൻ ഓർത്തു എൻ്റെ കെട്ടിയും പോലും ഒന്നും പ്ലാൻ ചെയ്തില്ല ഇവരുമായിട്ട്. എന്തൊരു മനുഷ്യനാണ്, അങ്ങനെ പോലും ഒന്നും ചിന്തിച്ചില്ലേന്ന് ഞാനിങ്ങനെ ചിന്തിച്ചേ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് കയറി കിടന്നപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഇവർ വന്നിട്ട് നോക്ക് ചെയ്തു. ഫോട്ടോ എടുക്കണേ, നീയാണോ ചെയ്തേ? Cake. 29 தானே நீ? അല്ല 28. திருப்பி செப்பல் சொல்லாத. Okay.
ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ വലിച്ചു കീറടി. അവളാണെങ്കിൽ വൃത്തി. ഗിഫ്റ്റ് എങ്ങനെയാണ് വലിച്ചു കയറുന്നത്? ആ കവറല്ലേ വലിച്ചു കീറുന്ന, ഗിഫ്റ്റ് അല്ലല്ലോ. എന്നാലും ഒരു മര്യാദ വേണം. എന്നാ പിന്നെ ഇന്നത്തെ ദിവസം നീ അത് തുറന്നു കയറത്തില്ല. ഞങ്ങൾ പറ്റുന്നതിൽ അത്ര ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അയ്യോ ഇത് ശരിയാ, എനിക്ക് ഇഷ്ടപ്പെട്ട ജാക്കറ്റാ വാങ്ങിച്ചു തന്നേക്കുന്നത്. അതിനകത്തിലാകെ ഉണ്ടായിരുന്ന സൈസ് അതായിരുന്നു, പിന്നുള്ളതെല്ലാം ചെറുതായിരുന്നേ. അതായിരുന്നു കളറ് അവൻ ബ്ലാക്കാ പറഞ്ഞത്, പക്ഷെ ബ്ലാക്ക് ഇല്ലായിരുന്നു. ബ്ലാക്ക് ഇല്ലായിരുന്നു. എടി ആ മറ്റേതും കൂടി ഇട്ട് നോക്കിയേ. നീ കവറോടെ കളഞ്ഞോ? ഇതിനെയും കൊണ്ട് ഞാൻ തോറ്റു. അവനാ പറഞ്ഞേ ആ ഹീൽസ്. ഞാനും പറഞ്ഞേടാ ബാക്കിയല്ലേ ഹീൽസ് ഇല്ലാതെ. ഇല്ലില്ല ഉള്ളത് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ടായിരുന്നേ. ഞാൻ പറഞ്ഞു അത് വേണ്ട, ഇത് മതി എന്നും പറഞ്ഞുകൊണ്ട് ഈ ഷൂസിൻ്റെ ബ്ലാക്ക്. സോ ഞാൻ ഓർത്തത് കോട്ടും ഇതും ചെറുതാണോ? മറ്റേത് അതിനെക്കാട്ടി ചെറുതായിരുന്നു. അതെന്താ വെയിറ്റാ? ഗ്ലാസോ പാത്രമോ ഏതാണ്ടാണോ? ഓക്കെ ഡിന്നർ സെറ്റ് ആക്കണം. ഇതെങ്ങനെ വീടില്ലാത്ത എനിക്കാണ് ഡിന്നർ സെറ്റ്. അതിന്റെ പോലും ഇത് നിങ്ങൾ എന്തായാലും തരുന്നോണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ആണെന്ന് എനിക്കറിയാം. ഞാൻ എപ്പോഴെങ്കിലും മെൻഷൻ ചെയ്തിട്ടുള്ള വീഡിയോ എടുங்க യൂട്യൂബിൽ പോവാം. ഞാൻ എപ്പോഴെങ്കിലും മെൻഷൻ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും എനിക്കറിയാം. ഓക്കെ ഇല്ല இன்னும் உனக்கு தெரியல அது என்னன்னு. ഇലക്ട്രിക്കൽ എന്തുവാ? അത് സത്യം. അതുകൊണ്ട് തിരിച്ചു പോയി. അല്ല ഞങ്ങക്ക് നല്ല വ്യൂ. ഇത്രയും കൈ കൊണ്ട് നടക്കാൻ പറ്റുന്ന ഡ്രയറോ? എവിടെ? അയ്യോ ചേച്ചി ഇതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇതന്ന് അവനാണെങ്കിൽ ഇത് വാഷിംഗ് മെഷീൻ വാങ്ങിക്കാൻ വന്നില്ല. ഞാൻ എൻ്റെ സൈഡ് ഓഫ് സ്റ്റോറി അത്. കണ്ടിക്കെന്താ അവനപ്പം നിന്നോട് വിളിച്ചു ചോദിച്ചു ഓവൻ വേണോന്ന് ചോദിച്ചപ്പോൾ നീ പറഞ്ഞു ഇപ്പം വേണ്ട, ഇത്രയും പൈസ ചെലവായാലും ഇപ്പം വേണ്ടെന്ന് പറഞ്ഞു. അപ്പം അതെൻ്റെ മനസ്സിലിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത് ഓവൻ ഓർത്തെ. അവളാണെങ്കിൽ പിന്നെ എനിക്ക് നിങ്ങൾ ഇത് തന്നെന്ന് വെച്ച് ഞാൻ അങ്ങനെ തരുമെന്നും ഇപ്പഴേ പ്രതീക്ഷിക്കരുത്. ഞാൻ ഡ്രസ്സോ എല്ലാം ഞാൻ തരത്തുള്ളൂ. ഓക്കെ നിന്റെ കല്യാണത്തിന് 1 പവന്റെ മാല ഞങ്ങൾ തരാം. 1 പൗണ്ടാ? പവൻ. ഓ പവൻ. ഓക്കെ നല്ലതാ. താങ്ക് യു ചേട്ടാ. താങ്ക് യു. തേച്ച് കളർ കൊണ്ടുവന്നത് തേച്ച് കളർ വന്നിട്ട് പോകുന്നത് സൂപ്പറാടി. ഞാൻ എന്റെ മാർക്കറ്റ് പ്ലേസ് എടുത്ത് നോക്ക്. ഞാൻ എത്ര പേരോട് വില ചോദിച്ചിട്ടുണ്ടെന്ന്, എത്ര മെസ്സേജ് ഞാൻ അയച്ചിട്ടുണ്ടെന്ന് അറിയോ പഴയതിന്. പിന്നെ ഞാൻ മടിക്കും. ഇനി അത് പോയി എടുക്കണം. അവൾക്ക് അത് യൂസ് பண்ண ഇഷ്ടമാ இல்லையான்னு എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഒത്തിരി ആഗ്രഹമാണ്. ഇവിടെ ആണെങ്കിൽ அதுக்கப்புறம் நானும் கன்வின்ஸ் ஆயிட்டேன். பிகாஸ் யூ டோன்ட் லைக் கீப்பிங் ஃபுட் இன் பிளாஸ்டிக்லாம் அப்படி எவ்ரி டைம் யூ நீ சொல்லுவல்ல. அப்போ நான் நினைச்சேன் ஓகே மைக்ரோவேவ் வந்து ஷீ இஸ் நாட் ஃபார் மைக்ரோவேவ் அப்படின்னு சொல்லிட்டு நானும் மூவ் பண்ணிட்டேன். അപ്പോൾ ഇന്നേക്ക് தான் ചേച്ചി சொன்னாங்க മൈക്രോവേവ് വാങ്ങിക്കലാന്ന് നിனைக்கிறேன்டா. അപ്പോൾ അങ്ങനെ സർപ്രൈസ് ആയിട്ട് കുറേ ഗിഫ്റ്റുകളും പിന്നെ കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു 12 മണിയായപ്പോഴും എന്നെ എന്താ വിഷ് ചെയ്യാത്തതെന്ന് ഇന്നിവിടെ വാ നമുക്ക് എല്ലാവർക്കും ഇവിടെ നിൽക്കാന്നൊക്കെ പറഞ്ഞിട്ട് 11:45 എല്ലാവരും റൂമിൽ കയറിപ്പോയി. സാധാരണ അങ്ങനെയാണല്ലോ സർപ്രൈസ് തരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരുടെ റൂമിലെ കഥ കഴിഞ്ഞു. അതും 12 മണിയായപ്പോൾ ഞാനോർത്ത് ഇവരെന്തോ സാധനങ്ങളാ, ഇവളെന്നെ വിഷും ചെയ്തില്ല ചേച്ചി. ഞാൻ പറഞ്ഞു എന്നെ വിഷ് ചെയ്യാൻ. അങ്ങനെ അവള് ചെയ്തു. ഇങ്ങനെ ഫോർമാലിറ്റിക്ക് പ്രതികരണം. അപ്പോൾ അങ്ങനെ എന്താണെങ്കിലും ഹാപ്പിയായി. അപ്പോൾ ഇനി നാളെ കാണാം. ശരി ചേച്ചാ താങ്ക് യു.
അത് ഷിനിച്ചനെ വിളിച്ചു പറഞ്ഞോളാം. രാവിലെ ഓൺലൈൻ വരാന്ന് പറഞ്ഞതാ, വീഡിയോ കോള് വിളിക്കാൻ. ഷിനജസിന് ഈ സമയമാകുമ്പോ ചേച്ചിയോട് പറഞ്ഞു ഞാൻ ഉണർന്നിരിക്കാം, വീഡിയോ കോള് വരാന്ന്. ചേച്ചി ഇപ്പൊ എത്ര തവണ വിളിച്ചു, വിളിച്ചിട്ട് എഴുന്നേറ്റില്ല. പക്ഷെ അവിടെ ഒത്തിരി നേരം നേരത്തെ ഫേസ്ബുക്ക് ഇട്ടിട്ടുണ്ടല്ലോ സ്റ്റോറീസ്. ഫേസ്ബുക്ക് ഇട്ടിട്ടുണ്ടോ? എത്ര മണിക്കൂർ മുമ്പ്? ഫേസ്ബുക്കിലോ? ഇൻസ്റ്റയില് ഫേസ്ബുക്ക് രണ്ടു വട്ടമൊക്കെ ഫേസ്ബുക്കിൽ വരുമല്ലോ. അപ്പം കിടന്നുറങ്ങിയിട്ട് നാളെ കാണാം. രാവിലെ ഇപ്പൊ ഒരാൾ വന്നിട്ട് എനിക്ക് ഹാപ്പി ബർത്ത്ഡേ പാടാൻ പോവല്ലയോ? പാടിക്കോ. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, Manjati. താങ്ക് യു. Gift ഇല്ല അല്ല. സാരമില്ല. സ്പെഷ്യൽ ഡേയിൽ എന്തൊക്കെയാണോ? സ്പെഷ്യൽ ഡേയിൽ എണീക്കണോ? ബാക്കി ഡേയിലോ? എന്നാണ് എന്തൊക്കെയാണ്? അപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോ ഇവിടെ ഒരാൾ എനിക്ക് എന്തോ ഗിഫ്റ്റ് തരാനായിട്ട് നിൽപ്പുണ്ട്. ആ കണ്ണടച്ചു. ആ നിക്കടി, ഞാൻ ഇവിടെ ഗിഫ്റ്റിന് വരുവാ. ഇപ്പം കണ്ണ ഓപ്പൺ ചെയ്തോ. എന്തുവാ ഗിഫ്റ്റ്? വാവ്, ഇത് ചേച്ചി ഇന്നലെ പോയിട്ട് കണ്ടായിരുന്നടാ. ഇല്ല. ആ ഓക്കെ, ഇല്ല. താങ്ക് യു. കുഞ്ഞു വാങ്ങിച്ചാണോ ഐസ്ക്രീമോ? ഉണ്ട് അങ്ങോട്ടല്ല ഫ്രിഡ്ജിലാ. ആ ഓക്കെ. ഐസ്ക്രീം വേണം, കേക്ക് വേണം, ബിരിയാണി വേണം. ആര് പറയുക? ജൈമിക്ക് എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ ചേച്ചിയുടെ ഒക്കെ വീട്ടിൽ നിന്ന് വന്നിട്ട് ഞാൻ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കണം. മന്ദിര ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, റൈസും ചിക്കനും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു നീ ഇവിടെ ഇരിക്കുക, ഞാൻ നിനക്ക് കൊണ്ടുതരാമെന്ന്. അപ്പോൾ ഞാൻ മന്ദിരയുടെ റൂമിൽ വന്ന് ഇരിക്കുവാണ്. അപ്പം ആ ഒരു നല്ല ചിക്കൻ കറിയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാനത് കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ രാവിലെ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. ഇപ്പം നീണ്ട സമയമൊന്നും ആയിട്ടില്ല, പക്ഷെങ്കിൽ പുറത്ത് ഫുള്ള് ഇരുട്ടായി, നല്ല മഴക്കാറും ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം ടൈം മാറിയില്ല, അത് കഴിഞ്ഞപ്പോൾ തൊട്ട് പെട്ടെന്ന് രാത്രി ആകുന്നുമുണ്ട്. അപ്പോൾ ഞാനൊന്ന് കഴിച്ചിട്ട് കുളിച്ചില്ല ഇതുവരെയും, ബർത്ത്ഡേ ആയിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന്. കാരണം ഇന്നലെ ഞങ്ങളൊരു 3 മണി 4 മണിയായി സംസാരിച്ചിട്ട് ഉറങ്ങിയപ്പോൾ. പിന്നെ രാവിലെ ഒരു 9:30 ആയപ്പോൾ എഴുന്നേറ്റു. അപ്പോൾ ഉറക്കം അങ്ങോട്ട് തികഞ്ഞിട്ടില്ല. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് നന്നായിട്ട് ഉറങ്ങി എഴുന്നേക്കണം. നാളെ ഇനി എനിക്ക് ഡ്യൂട്ടി ഇല്ല, ഇനി 2 ദിവസം കൂടെ എനിക്ക് ഓഫാണ്. അപ്പോൾ 2 ദിവസം റെസ്റ്റ് എടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. ദാറ്റ്സ് വൈ യു ടോൾഡ് മീ ടു സിറ്റ് ഹിയർ. താങ്ക് യു. Battery operated light. Give it to me. Next your birthday, no? I will give the same. Thank you. First I should feed you. Have a bite. Thank you. I couldn't do much. Oh, it's enough. Nice food. First of all, we will have later. I will bring it. It's cute. You can off this, no? You brought, when you brought it? During this puja, no? I didn't notice actually. പിന്നെ അവൾ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ആ ഒരു ദിവസം അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. വലിയ കാര്യമൊന്നും അല്ലെങ്കിലും എനിക്കറിയില്ല എന്താ പറയേണ്ടത്, ഒട്ടും പ്രതീക്ഷിക്കാതെ ചെറിയൊരു സെലിബ്രേഷനൊക്കെ നടത്തി. അതുപോലെ നിങ്ങളും പലരും എന്നെ ഇൻസ്റ്റയിലും പിന്നെയൊക്കെ മെസ്സേജ് അയച്ച് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ കുഞ്ഞൊരു വീഡിയോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.